കായിക താരങ്ങൾക്ക് സർക്കാർ സഹായം നൽകണമെന്ന് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ 24-നോട്. ചെന്നൈയിൽ നടക്കുന്ന ദേശീയ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് താരങ്ങളെത്തിയത് സ്വന്തം ചിലവിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല. യാത്ര, താമസം, ഭക്ഷണമൊക്കെ താരങ്ങൾ തന്നെ തരപ്പെടുത്തേണ്ടുന്ന സ്ഥിതിയാണെന്നും ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെന്നൈയിൽ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും ഉറച്ച ഒരു മെഡൽ പ്രതീക്ഷയായിട്ടുള്ള നമ്മുടെ ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കറാണ് എനിക്കൊപ്പം ചേരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രിങ്കിലാണ്, നാഷണൽസിൻ്റെ ഒരു ബ്രിങ്കിൽ നിൽക്കുന്ന സമയമാണ്. ഏതാണ്ടൊക്കെ ക്വാളിഫൈ ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, ഉറച്ച് വിശ്വസിക്കുന്ന ഒരു അത്ലറ്റ് കൂടിയാണ്. എങ്ങനെയുണ്ട് ചെന്നൈയിൽ എത്തിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാനിപ്പം 2 ദിവസമായി ഇപ്പം ചെന്നൈയിൽ വന്നിട്ട്. ഇപ്പം ഓൾറെഡി ഞാൻ ഭുവനേശ്വറിൽ വേൾഡ് കോണ്ടിനെൻ്റൽ ടൂർ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ വെതർ എല്ലാം ഓക്കെയാണ്. ഹോപ്പ്ഫുള്ളി ഇവിടെ തന്നെ ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ്? നമ്മളിപ്പോൾ ട്രിപ്പിൾ ജമ്പ് വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരുപാട് ടാലൻസ് ഉണ്ട്, ഒരുപാട് പ്രൂവൺ അത്ലറ്റ്സ് ഉണ്ട്, ഒളിമ്പ്യൻസ് ഉണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്? കേരളത്തിൻ്റെ അത്ലറ്റിക്സ് ആണെങ്കിലും മറ്റ് സ്പോർട്സ് ഇവൻ്റ് ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടാലൻ്റുള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷേ അത് കറക്റ്റ് ഉപയോഗിക്കാൻ അറിയില്ല. എന്ന് വെച്ചാൽ കോച്ചേഴ്സിനാണെങ്കിലും ജോബിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് ജോബിൻ്റെ പ്രശ്നമുണ്ട്. അതൊക്കെ ഒരു ഷോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചർ അത്ലറ്റ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് വരാൻ പറ്റും. ഇപ്പം സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇൻഡിവിജ്വലായിട്ട് വരണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് റൂം എടുക്കണം, എയർ ടിക്കറ്റ്, അതുപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസീവ്, ഫുഡ് എല്ലാം സ്വന്തമായിട്ട് നോക്കണം. അത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. ഇനിയുള്ള ഒത്തിരി ആൾക്കാർ ഈ സ്പോർട്സ് ഫീൽഡിലോട്ട് വരും. ഇപ്പോൾ ഇതുപോലുള്ള ഒരു ഇന്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വരുമ്പോൾ സ്വന്തമായി വരിക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഈ ടാലൻസൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന അത്ലറ്റുകളൊക്കെ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുമായിരിക്കും അവരുടെ മേഖലയിൽ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പലർക്കും വ്യക്തിഗതമായി ജോലിക്ക് പോകാനും മറ്റുമൊന്നും കഴിയില്ല. അപ്പോൾ ടിക്കറ്റ് പോലും ഇല്ലാത്തൊരു അവസ്ഥ സത്യത്തിൽ അതൊരു ഭയങ്കര പരിതാപകരമായിട്ട സ്ഥിതിയല്ല? അതെ, അത് ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. സ്റ്റൈഫണ്ട് പോലത്തെ ഒരു മാസാമാസം ഒരു 5000 എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് അവരെ പോക്കറ്റ് മണി ആയിട്ട് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മേടിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാനും. ഫുഡില്ലെങ്കിൽ സ്പോർട്സ് എല്ലാം ഒന്നുമില്ല. അപ്പം ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റൈഫണ്ട് പോലത്തുള്ള ഞാനൊരു എല്ലാ ഇതിലും പറയുന്നതാണ്. ഇനി വരുന്നൊരു ഫ്യൂച്ചർ ടാലൻറ്റ് അത്ലറ്റ്സ് ആണെങ്കിൽ സെലക്റ്റീവായിട്ട് എല്ലാവരും എടുക്കുക. അതുപോലെ തന്നെ നന്നായി ഇൻ്റർനാഷണൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോകുന്നുള്ള അവരെ നന്നായി കെയർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ കേരളം എനിക്ക് തോന്നുന്നു പണ്ടത്തേനേക്കാട്ടും ബെസ്റ്റാവും. അതാ പറയാൻ പറ്റുള്ളൂ, നമ്പർ 1 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ഒരു ഉറച്ച മെഡൽ പ്രതീക്ഷയാണ്. അത് മാത്രമല്ല ഇനിയും പല ലോകരാജ്യങ്ങളിൽ ഇങ്ങനെ പല കായിക മാമാങ്കങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ഇന്ത്യൻ കൊടി പറക്കുമ്പോൾ അതിന് ചുവട്ടിൽ താങ്കൾ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.